ശ്യാമള ദണ്ഡകത്തിൻ്റെ ഭാഗ്യഭാവമാണ് ഇനിയും വായിക്കുന്നത്. ഗുരുഭ്യോ നമ. ശങ്കരാചാര്യ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പര. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യപര്യായ ഇതിരാജായ ദേ നമാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രികമ്പകേ ദേവി നാരായണി നമസ്തുതേ. ഏഴാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലുന്നത്. കൊണൽ കാഞ്ചീദാമ കരികളഭകുംഭസ്തനതയാ പരിക്ഷേണാമധ്യേ പരിണത ശരചന്ദ്രവദനാം ധനുഷ്ബാണാം പാശം ശൃണിനമപി ദധാനാ കരതലൈ പുരസ്കാംനാസ്കാംന പുനരധിരുഹോ പുരുഷികാം. അമ്മയുടെ സ്നാനങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത്. അമ്മയുടെ സ്നാനം ആനക്കുട്ടിയുടെ മസ്തകം പോലെ വലിപ്പമുള്ളതാണ്. ഒരുപാട് ഇഴകളുള്ള മണിയുള്ള അരിഞ്ഞാണമാണ് അമ്മ ധരിക്കുന്നത്. അമ്മ നടക്കുമ്പോൾ ചിലങ്ക മാത്രമല്ല, ചെറിയ മണികൾ ഉള്ള ശബ്ദവും ഉണ്ടാകുന്നു. സ്നാനങ്ങളുടെ ഭാരം മൂലം അമ്മയ്ക്ക് മുന്നിലോട്ട് ഒരു ചാഞ്ഞ ആണ് ഇരിക്കുന്നത്. മുൻപിലേക്ക് അമ്മ ഈ ലോകത്തിലെ ജീവജാലങ്ങളെയെല്ലാം സ്വന്തം സ്ഥലങ്ങളിൽ നിന്നും പാലൂട്ടിയാണ് എല്ലാ ജീവജാലങ്ങളെയും അമ്മ വളർത്തുന്നത്. ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നത് അമ്മയാണ്. അമ്മയുടെ മുഖം ശരചന്ദ്രകാല ചന്ദ്രനെ പോലെ വളരെയധികം പ്രകാശമാണ്. അമ്മയുടെ അരക്കെട്ട് വളരെ മെലിഞ്ഞതാണ്. അമ്മയുടെ കണ്ണ് ഒരിക്കലും അടയ്ക്കാതെ എല്ലാ ലോകത്തെ മുഴുവൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കണ്ണടയ്ക്കുകയില്ല. അമ്മയുടെ വില്ല് കരിമ്പിൻ തണ്ടാണ് വില്ല്. പൂക്കൾ കൊണ്ട് 5 അമ്പുകളാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതികരിക്കുന്നു. പാശമാണ് മൂന്നാമത്തെ ആയുധം. ശ്രീണി എന്ന ചമ്മട്ടി ആണ് അങ്കുശം. ത്തിൻ്റെ അധിപനായ ശിവൻ്റെ അഭിമാനമായ അമ്മ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷയാകും. അമ്മയുടെ ആയുധങ്ങളാണ് പൂക്കൾ കൊണ്ട് 5 അമ്പുകളും പഞ്ചേന്ദ്രിയങ്ങളെ അത് പ്രതിനിധീകരിക്കുന്നു. പാശമാണ് മൂന്നാമത്തെ ആയുധം. ശ്രീണി എന്ന ചമ്മട്ടി എന്ന അങ്കുശം. പുരത്തിൻ്റെ അധിപനായ ശിവൻ്റെ അമ്മയെ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമാകണേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മയെ ഉള്ള ഞങ്ങളെ രക്ഷിക്കാൻ തായേ സർവേശ്വരി, നീ സൗന്ദര്യരീതി വഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാകണേ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണേ. നമസ്തേ.